ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. മാത്രമല്ല അതിനുശേഷം പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിലേക്ക് എന്നേക്കും വസിക്കേണ്ടതിന് വേണ്ടി വന്നതും ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം പത്രോസും യോഹന്നാനും ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. നമുക്ക് അവർക്ക് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം. അതിന് പത്രോസ് യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ പത്രോസും യോഹന്നാനും കൂടി അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കി. അവൻ നടക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എല്ലാം കണ്ടപ്പോൾ അവർക്ക് ഭയമുള്ളിലുണ്ടായി. അതുകൊണ്ട് അവർ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് കാവലിലാക്കി. അതിനുശേഷം പിറ്റേന്നാൾ ഒരു ദിവസം അവർ കാവൽ കിടക്കുകയാണ്. പിറ്റേന്നാൾ മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാവരും കൂടി യെരുശലേമിൽ ഒന്നിച്ചുകൂടി. അതിനുശേഷം പത്രോസിനെ യോഹന്നാനെ അവരുടെ നടുവിൽ നിർത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ശക്തി കൊണ്ടാണ്, ഏത് നാമത്തിലാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അവരോട് പറഞ്ഞു, പ്രമാണികളും മൂപ്പന്മാരും ആയുള്ളവരെ, ഈ ബലഹീന മനുഷ്യന്, ഈ പാവപ്പെട്ട മനുഷ്യന്, ഗർഭം മുതൽ മുടന്തനായ വ്യക്തിക്ക് സൗഖ്യം പ്രാപിച്ചത് മുഖാന്തരമായിട്ട് നിങ്ങൾ ഞങ്ങളെ വിസ്തരിക്കുകയും കാവലിലാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് കാരണം നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, അവൻ്റെ ശക്തിയാലാണ് ഇന്ന് ഈ വ്യക്തി ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ഭൂമിയുടെ കീഴിൽ വേറൊരു നാമവുമില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹാപുരോഹിതന്മാരും പ്രമാണികളും പത്രോസിൻ്റെ യോഹന്നാൻ്റെ ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരോ സാമാന്യന്മാരോ എന്നറിയാലും മാത്രമല്ല സൗഖ്യം പ്രാപിച്ച വ്യക്തി അവരോടുകൂടി നിൽക്കുന്നതും കണ്ടതുകൊണ്ട് എതിർ പറവാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അശേഷം സംസാരിക്കരുത്, അപ്പോൾ ഉപദേശിക്കരുത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെക്കാൾ അധികമായിട്ട് മനുഷ്യനെ ഭയപ്പെടുന്നത് യോഗ്യമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾ ഇനിയും ഈ ദൈവത്തെക്കുറിച്ച് പറയും. നമുക്ക് വാക്യം അങ്ങനെ ഇത് ചെന്ന് അവർ വിവരം മറ്റുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു. എല്ലാവരും ഇവരെ വിടുവിക്കപ്പെട്ടതുകൊണ്ടും ദൈവനാമം മഹത്വപ്പെട്ടതുകൊണ്ടും എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണപാഠങ്ങൾ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട്, രക്ഷിക്കപ്പെടുവാൻ വേറൊരു വ്യക്തിയുമില്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ മാത്രമേ രക്ഷ സാധ്യമാകുകയുള്ളൂ. രണ്ടാമതായിട്ട്, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പത്രോസിൻ്റെ യോഹന്നാൻ്റെയും ധൈര്യം കണ്ടതുകൊണ്ട് അവരെ ഭയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ചില സന്ദർഭങ്ങളിൽ നമ്മെ ഭയപ്പെടും. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടു കൂടി ജീവിക്കാം. പത്രോസിനും യോഹന്നാനും ഭയമില്ലാതെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. മൂന്നാമതായി പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ നിങ്ങളെക്കാൾ അധികം ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷം ഇനിയും പറയും. അഞ്ചാമതായിട്ട്, ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യരെ ഭയപ്പെടാത്തവരായിട്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ
പിന്നെ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിൻ്റെ വചനം ശക്തിയോടുകൂടി പറവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.